ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. തിരൂർ വടകുറമ്പക്കാവ് ക്ഷേത്രത്തിലെ 3 ദിവസത്തെ കുംഭവേല ശനിയാഴ്ച തുടങ്ങുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച തിരൂർ ദേശത്തിന്റെ നേതൃത്വത്തിൽ രേവതി വേല ആഘോഷിക്കും. പുത്തൻമടം കുന്ന് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വേല എഴുന്നള്ളിപ്പ് തുടങ്ങും. ചെറുശ്ശേരി കുട്ടന്മാരാർ പ്രമാണിത്തം വഹിക്കും. വടകുറമ്പക്കാവ് ദുർഗാദാസൻ തിടമ്പേറ്റും. ഞായറാഴ്ച കോലഴി ദേശത്തിന്റെ നേതൃത്വത്തിൽ അശ്വതി വേല തുടങ്ങും. പൂവണി ശിവക്ഷേത്രത്തിൽ നിന്നും വേല എഴുന്നള്ളിപ്പ് തുടങ്ങും. കേളത്തെ സുന്ദരന്മാരാർ പ്രമാണിത്തം വഹിക്കും. അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റും. തിങ്കളാഴ്ച മുളങ്ങുംതാവ് ദേശത്തിന്റെ നേതൃത്വത്തിൽ ഭരണിവേല ആഘോഷിക്കും. ഉച്ചയ്ക്ക് 12-ന് മുളങ്ങുംതാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും വേല എഴുന്നള്ളിപ്പ് തുടങ്ങും. കലാനിലയം ഉദയൻ നമ്പൂതിരി പ്രമാണിയാകും. ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ തിടമ്പേറ്റും. രാവിലെ 10 മണി മുതൽ പോട്ടൂർ ദേശത്തിന്റെ നേതൃത്വത്തിൽ ഭരണിയൂട്ട് നടക്കും. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ഈശ്വരൻ, സെക്രട്ടറി P ഹരിദാസ്, ട്രഷറർ E സേതുമാധവൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അതിന്റെ തലേ ദിവസം 2 വേലകൾ നടത്തി കാർത്തിക വിശേഷ ക്ഷേത്ര ചടങ്ങുകൾ നടത്തുകയും ശുദ്ധിക്രിയകളോടുകൂടി പിന്നീട് പുനരാവർത്തി പൂജകളും നിവേദ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണി ദിവസം അത്താഴ പൂജ ഇല്ല എന്നുള്ളതും ഈ ക്ഷേത്രത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അത് അത്താഴ പൂജയ്ക്ക് പകരമായിട്ട് പിറ്റേ ദിവസം കാലത്ത് ശുദ്ധിക്രിയയോടുകൂടിയാണ് ഭഗവതിക്ക് നിവേദ്യം പൂജയും നടത്തണം. അതുപോലെ തന്നെ 78 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നട തുറന്നിരിക്കുന്ന ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. രേവതിയുടെ അന്ന് കാലത്ത് 4:30 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ കാർത്തികയ്ക്ക് ഉച്ചയ്ക്ക് 11 മണിക്ക് നട അടയ്ക്കുള്ളൂ. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് നട തുറന്നിരിക്കും. കോട്ടൂർ, തിരൂർ, മുളകുന്നതാവ്, കോലഴി 4 ദേശങ്ങളാണ് ഇതിന്റെ തട്ടകത്തുള്ളത്. ഏകദേശം 2 വില്ലേജുകളാണ്. 4500, 5000 വീടുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട് ഇവിടെ. അപ്പോൾ മഹത്തായിട്ട് ഒരു ക്ഷേത്രമാണ്, മഹാക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് ഇത്രയും വിസ്തീർണമുള്ളൊരു പറമ്പുള്ളൊരു ക്ഷേത്രം സമീപത്തില്ല. ഞങ്ങൾക്ക് ആനയുണ്ട്, സ്തൂപമുണ്ട്, അതുപോലെ തന്നെ ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാവിധ സവിശേഷതകളുമുണ്ട്. ഞങ്ങൾ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ നടത്തി വരുന്നു.